ഓഫീസിന്റെ കോറിഡോറിലിരുന്ന് മാളവിക കണ്ണുകൾ തുടച്ചു. അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു ശൂന്യതയായിരുന്നു. കുട്ടിക്കാലം മുതൽ ബഹുമാനത്തോടെ മാത്രം കണ്ടിരുന്ന ജിതിനേട്ടൻ ഇന്ന് തന്റെ ഭർത്താവാണ്. പക്ഷെ ആ സ്ഥാനത്തിനൊരു വിലയുമില്ലെന്ന് ഓരോ നിമിഷവും അവൾ തിരിച്ചറിയുകയായിരുന്നു. എങ്കിലും മുത്തശ്ശൻ തന്നിൽ അർപ്പിച്ചൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. അവൾ പതുക്കെ എഴുന്നേറ്റ് മുഖം കഴുകി വീണ്ടും വിസിറ്റേഴ്സ് ലോഞ്ചിലേക്ക് വന്നിരുന്നു. ക്യാബിനകത്ത് നയന ഇതിനോടകം ജിതിനോട് സീരിയസ് ആയ പുതിയ പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. താൻ ഒരു മികച്ച ബിസിനസ് പാർട്ട്ണർ കൂടിയാണെന്ന് ജിതിനെ ബോധ്യപ്പെടുത്തേണ്ടത് അവളുടെ ആവശ്യമായിരുന്നു. ജിതിൻ, ഈ പുതിയ കൊച്ചിൻ പ്രൊജക്റ്റിൻ്റെ കൊട്ടേഷൻ ഫയൽ ഞാൻ ഇവിടെ വെക്കുകയാണ്. ഇത് വളരെ കോൺഫിഡൻഷ്യൽ ആണ്. നമ്മുടെ എതിരാളികളായ ഗ്രൂപ്പിനെതിരെ വിവരങ്ങൾ ചോർന്നു കിട്ടിയാൽ അത് റോയൽ ഇൻഫ്രാസ്ട്രക്ചറിനെ വലിയൊരു നഷ്ടമുണ്ടാക്കും. അതുകൊണ്ട് ഇത് ജിതിൻ്റെ പേഴ്സണൽ ലോക്കറിൽ തന്നെ വെക്കണം. നയന വളരെ ഉത്തരവാദിത്തമുള്ള രീതിയിൽ പറഞ്ഞു. ശരി നയന, നീ അതോർത്ത് വിഷമിക്കേണ്ട, ഞാനിത് ലോക്ക് ചെയ്തോളാം. നീ താഴെ PAD എടുത്ത് ചെന്ന് ബാക്കി ഡീറ്റെയിൽസ് കൂടി ഒന്ന് കളക്ട് ചെയ്യുക. ജിതിൻ ഫയൽ മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. നയന ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. പോകും വഴി ലോഞ്ചിലിരിക്കുന്ന മാളവികയെ അവളൊന്ന് നോക്കി. അവളുടെ മനസ്സിൽ ആ നിമിഷം ക്രൂരമായ ഒരു ബുദ്ധി ഉദിച്ചു. ജിതിൻ ഒരു ഫോൺ കോളിന്റെ ആവശ്യത്തിനായി ക്യാബിനിൽ നിന്നും മാറി അറ്റാച്ച്ഡ് റൂമിലേക്ക് പോയ സമയം നോക്കി നയന പതുക്കെ തിരികെ ക്യാബിനിലേക്ക് കയറി. മേശപ്പുറത്തിരുന്ന പ്രധാന കൊട്ടേഷൻ ഫയൽ അവൾ വേഗത്തിലെടുത്ത് തൻ്റെ ഹാൻഡ് ബാഗിനുള്ളിലേക്ക് ഒളിപ്പിച്ചു. അതിനുശേഷം വളരെ സാധാരണ മട്ടിൽ അവൾ പുറത്തേക്ക് നടന്നു. ലോഞ്ചിലിരുന്ന മാളവികയുടെ അരികിലെത്തിയപ്പോൾ നയനയൊന്ന് നിന്നു. മാളവിക, ജിതിനകത്തുണ്ട്. നീ ഒരു ചായ കുടിച്ചിട്ട് കുറേ നേരമായില്ലേ? ജിതിനും ഒരു കോഫി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ പോയി പാൻട്രിയിൽ നിന്നും 2 കോഫി എടുത്തു കൊണ്ടുവരാൻ ജിതിനോട് പറ. നയന വളരെ ശാന്തമായി പറഞ്ഞു. തന്നോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കാതെ ജിതിനേട്ടൻ കോഫി ആവശ്യപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഒരൽപ്പം സന്തോഷം തോന്നി. നയന പറഞ്ഞത് കള്ളമാണെന്ന് ചിന്തിക്കാനുള്ള അനുഭവം അവൾക്കില്ലായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ ഓഫീസിലെ താഴത്തെ നിലയിലുള്ള പാൻട്രിയിലേക്ക് നടന്നു. മാളവിക താഴേക്ക് പോകുന്നത് കണ്ട് നയന ചുണ്ടിലൊരു പരിഹാസ ചിരിയോടെ തൻ്റെ ബാഗും തൂക്കി ഓഫീസിന് പുറത്തേക്ക് നടന്നു. കുറച്ചു സമയം കഴിഞ്ഞ് മാളവിക 2 കപ്പ് കോഫിയുമായി ജിതിൻ്റെ ക്യാബിൻ്റെ വാതിൽ പതുക്കെ തുറന്ന് അകത്തേക്ക് കയറി. ആ സമയം ഫോൺ കോൾ കഴിഞ്ഞ് തൻ്റെ മേശയുടെ അരികിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ജിതിൻ. മേശപ്പുറത്തിരുന്ന ഫയൽ കാണാതെ അവൻ വല്ലാത്ത പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കുകയായിരുന്നു. ജിതിനേട്ട കോഫി, മാളവിക പതുക്കെ പറഞ്ഞു. മാളവിക മേശപ്പുറത്തേക്ക് കപ്പ് വെച്ചുകൊണ്ട് പറഞ്ഞു. ജിതിൻ ദേഷ്യത്തോടെയും പരിഭ്രമത്തോടെയും അവളെ നോക്കി. നിന്നോട് ആരാടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഇവിടെ ഇരുന്ന ആ ചുവന്ന ഫയൽ എവിടെ? അവൻ കടുത്ത സ്വരത്തിൽ ചോദിച്ചു. ഫയലോ? ഞാനൊന്നും കണ്ടിട്ടില്ല ജിതിനേട്ട, നയന വന്ന് പറഞ്ഞു. ജിതിനേട്ടന് കോഫി വേണമെന്ന്, അതുകൊണ്ട് ഞാൻ, മാളവിക പേടിയോടെ പറഞ്ഞു. നയനയോ? അവൾ താഴേക്ക് പോയിട്ട് കുറേ നേരമായി. നീ ഇതിനിടയിൽ ഈ റൂമിൽ കയറിയോ? പറ മാളവിക. ജിതിൻ അവളുടെ അരികിലേക്ക് വന്ന് ശബ്ദമുയർത്തി. ഇല്ല ജിതിനേട്ട, ഞാൻ ഇപ്പോഴാണ് വരുന്നത്. ഞാൻ ആ ഫയൽ എടുത്തിട്ടില്ല. മാളവികയുടെ കണ്ണുകൾ നിറഞ്ഞു. ഈ സമയം ബഹളം കേട്ട് ജിതിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റും മറ്റു ചില ജീവനക്കാരും ക്യാബിൻ്റെ വാതിൽക്കലെത്തി. ജിതിൻ വല്ലാതെ അസ്വസ്ഥനായിരുന്നു. ആ ഫയൽ നഷ്ടപ്പെട്ടാൽ വരാനിരിക്കുന്ന ബിസിനസ് തകർച്ചയെക്കുറിച്ച് അവന് നന്നായി അറിയാമായിരുന്നു. ജിതിൻ, അപ്പോഴേക്കും നയന താഴെ നിന്നും തിരികെ ഇങ്ങോട്ട് കടന്നു വന്നു. ഒന്നും അറിയാത്ത ഭാവത്തിൽ. എന്താ ഇവിടെ ഒരു ബഹളം? എന്തുപറ്റി? നയന, നീ ഇവിടെ വച്ചുപോയ കൊച്ചിൻ പ്രൊജക്റ്റിൻ്റെ കൊട്ടേഷൻ ഫയൽ കാണാനില്ല. ഞാൻ ഫോൺ വിളിക്കാൻ മാറിയ സമയത്താണത് പോയത്, ജിതിൻ പറഞ്ഞു. നയന പെട്ടെന്ന് വലിയൊരു ഞെട്ടൽ മുഖത്ത് വരുത്തി മാളവികയെ നോക്കി. അയ്യോ, അതെങ്ങനെ പറ്റും? ജിതിൻ റൂമിൽ ഇല്ലാതിരുന്ന സമയത്ത് മാളവിക മാത്രമാണ് ഈ ഫ്ലോറിൽ ഉണ്ടായിരുന്നത്.
ഞാൻ താഴേക്ക് പോകുമ്പോൾ മാളവിക ക്യാബിന്റെ ഭാഗത്തേക്ക് നടക്കുന്നത് ഞാൻ കണ്ടിരുന്നു. മാളവിക, നീ ആ ഫയൽ എടുത്തോ? നിനക്ക് ബിസിനസ് കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും അത് എവിടെയെങ്കിലും മാറ്റി വെച്ചതാണോ? നയന വളരെ തന്ത്രപരമായി കുറ്റം മാളവികയുടെ തലയിലേക്ക് തിരിച്ചുവിട്ടു. അല്ല നയന, നീ തന്നെയല്ലേ എന്നോട് ജിതിനേട്ടൻ കോഫി ചോദിച്ചെന്ന് പറഞ്ഞത്? ഞാൻ താഴെ പാൻട്രിയിലായിരുന്നു. മാളവിക വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞെന്നോ? ഞാൻ താഴെ മാനേജറുടെ റൂമിലായിരുന്നു. ഓഫീസിലെ CCTV ചെക്ക് ചെയ്താൽ ഞാൻ എപ്പോഴാണ് താഴേക്ക് പോയതെന്ന് മനസ്സിലാകും. നീ എന്തിനാണ് എന്നെ ഇതിലേക്ക് വലിച്ചിഴിക്കുന്നത്? നയന വളരെ സ്വാഭാവികമായി കള്ളം പറഞ്ഞു. ഓഫീസിലെ ജീവനക്കാരുടെ മുന്നിൽ വെച്ച് മാളവിക പൂർണ്ണമായും പ്രതിക്കൂട്ടിലായി. ജിതിന് മാളവികയോടുള്ള വിശ്വാസക്കുറവ് ആ നിമിഷം ദേഷ്യമായി മാറി. മതി, എല്ലാവരും പുറത്തു പോകൂ, ജിതിൻ ജീവനക്കാരോട് പറഞ്ഞു. അവർ മാളവികയെ ഒരു കള്ളിയെ പോലെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. ജിതിൻ മാളവികയുടെ മുന്നിൽ വന്നു നിന്നു. അവന്റെ കണ്ണുകളിൽ കടുത്ത അമർഷമുണ്ടായിരുന്നു. നിന്റെ അച്ഛൻ രാഘവൻ എൻ്റെ തറവാട്ടിലെ വിശ്വസ്തനായ കാര്യസ്ഥനാണ്. നിനക്ക് പക്ഷെ ആ ചോരയുടെ ഗുണമില്ലാതെ പോയല്ലോ മാളവിക. തറവാട്ടിലെ മരുമകളാകാൻ പറ്റാത്തതിന്റെ പക നീ എൻ്റെ അടുത്ത് ബിസിനസ്സിനോടാണോ തീർക്കുന്നത്? ആ ഫയൽ എവിടെയെന്ന് വെച്ച് മര്യാദയ്ക്ക് പറ. ജിതിനേട്ടാ, ദൈവത്തെ ഓർത്ത് എന്നെ ഇങ്ങനെ പറയരുത്. ഞാൻ ആ ഫയൽ കണ്ടിട്ട് പോലുമില്ല. ഞാനൊരു കള്ളിയല്ല. മാളവിക നെഞ്ചുപൊട്ടി കരഞ്ഞു. നീ ഒരു കള്ളിയാണ് മാളവിക. എൻ്റെ ജീവിതം മോഷ്ടിച്ചവളാണ് നീ. ഇനി നിന്നെ ഞാൻ ഈ ഓഫീസിൽ ഇരുത്തില്ല. നയന, നീ വണ്ടി എടുക്ക്. ഇവളെ ഇപ്പോൾ തന്നെ തറവാട്ടിൽ കൊണ്ടുപോയി വിടണം. മുത്തശ്ശനോട് എനിക്കിതിന് മറുപടി പറയണം, ജിതിൻ കടുത്ത ഭാഷയിൽ പറഞ്ഞു. മാളവികയുടെ വസ്ത്രത്തിൻ്റെ കയ്യിൽ പിടിച്ച് ജിതിൻ അവളെ ക്യാബിന് പുറത്തേക്ക് നടത്തി. നയന പുറകിൽ നിന്ന് തൻ്റെ ബാഗിലെ ഫയൽ അമർത്തി പിടിച്ചുകൊണ്ട് ഒരു വന്യമായ സന്തോഷത്തോടെ അവരെ നോക്കി നടന്നു. ഒരു വലിയ ചതിയുടെ കെണിയിൽ മാളവിക വീണിരിക്കുന്നു. ശങ്കരമംഗലം തറവാടിൻ്റെ പൂമുഖത്തേക്ക് ജിതിൻ്റെ ആഡംബര കാറ് വന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ ആ ശബ്ദം കേട്ട് ലക്ഷ്മിയമ്മ പുറത്തേക്ക് വന്നു. വണ്ടിയുടെ പിൻസീറ്റിൽ നിന്നും ഇറങ്ങിയ മാളവികയുടെ മുഖം കരഞ്ഞു വീർത്തിട്ടുണ്ടായിരുന്നു. അവളുടെ സാരിയുടെ അറ്റമെല്ലാം വലിഞ്ഞു മുറുകി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൾ. ജിതിൻ ദേഷ്യത്തോടെ വണ്ടിയിൽ നിന്നിറങ്ങി നേരെ ഹാളിലേക്ക് നടന്നു. വണ്ടി ഓടിച്ചിരുന്ന നയനയും വളരെ ഗൗരവമുള്ളൊരു മുഖഭാവത്തോടെ അവർക്ക് പുറകെ അകത്തേക്ക് കയറി. ഹാളിലെ ചാരുകസേരയിൽ പത്മനാഭൻ നായർ എന്ന മുത്തശ്ശൻ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അരികിൽ പറമ്പിലെ കണക്കുകൾ കാണിക്കാനായി വന്ന മാളവികയുടെ അച്ഛൻ രാഘവനും നിൽപ്പുണ്ടായിരുന്നു. മകളുടെ ആ കോലം കണ്ടതും രാഘവന്റെ നെഞ്ചിലൊരു മിന്നൽ പാഞ്ഞു. അയാൾ കയ്യിലെ ഡയറി പതുക്കെ മേശപ്പുറത്ത് വെച്ചു. എന്താടാ ജിതിൻ, എന്താണ് ഉണ്ടായത്? ഓഫീസിലേക്ക് കൊണ്ടുപോയ കുട്ടി ഇതെന്താ ഈ കോലത്തിൽ തിരികെ കൊണ്ടുവന്നിരിക്കുന്നത്? മുത്തശ്ശൻ ഗൗരവത്തിൽ ചോദിച്ചു. ഇവളെ ഇനി ഞാൻ എൻ്റെ ഓഫീസിൻ്റെ പടി കയറ്റില്ല മുത്തശ്ശ, ജിതിൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവളെ കൊണ്ടുപോയത്. പക്ഷെ അവിടെ ചെന്നൊരു മണിക്കൂർ തികയുന്നതിന് മുൻപ് എൻ്റെ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൊച്ചിൻ പ്രൊജക്റ്റിൻ്റെ ഫയൽ ഇവൾ മോഷ്ടിച്ചു. കമ്പനിയുടെ കോൺഫിഡൻഷ്യൽ വിവരങ്ങളുള്ള ഫയലാണത്. ജിതിൻ്റെ വാക്കുകൾ കേട്ട് രാഘവൻ വല്ലാതെ ഞെട്ടിപ്പോയി. അയാൾ മാളവികയുടെ അരികിലേക്ക് ചെന്നു. മോളെ മാളവിക, എന്താ മോളെ ഈ കേൾക്കുന്നത്? നീ അങ്ങനെ ചെയ്യില്ലല്ലോടാ. രാഘവന്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അല്ല അച്ഛാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ജിതിനേട്ടൻ എന്നെ വെറുതെ കള്ളിയെന്ന് വിളിക്കുകയാണ്. ഞാൻ ആ റൂമിൽ കയറിയിട്ട് പോലുമില്ല. മാളവിക അച്ഛൻ്റെ കൈകൾ പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ലക്ഷ്മിയമ്മ ഈ സമയം നയനയുടെ അരികിലേക്ക് മാറി നിന്ന് ജിതിനെ പിന്തുണച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അച്ഛാ, 10 ഗുണം 10 ഗുണമെന്ന്. കാര്യസ്ഥന്റെ മകളെ പെട്ടെന്നൊരു ദിവസം കൊണ്ട് തറവാട്ടിലെ മരുമകളാക്കി വലിയ കസേരയിൽ ഇരുത്തിയാൽ അവൾക്ക് അതിൻ്റെ വില അറിയാമോ? നമ്മുടെ ബിസിനസ് തകർക്കാൻ നോക്കുകയവൾ. ലക്ഷ്മി, നീ ഒന്നും മിണ്ടാതിരിക്കെ, മുത്തശ്ശൻ ശബ്ദമുയർത്തി. ലക്ഷ്മിയമ്മയെ വിലക്കി. അദ്ദേഹം പതുക്കെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് ജിതിൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു. ജിതിൻ, നീ മാളവിക ആ ഫയൽ എടുക്കുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടോ? മുത്തശ്ശൻ ചോദിച്ചു. ഞാൻ കണ്ടില്ല മുത്തശ്ശ, പക്ഷെ ഞാൻ ഫോൺ വിളിക്കാൻ മാറിയ സമയത്ത് ആ ഫ്ലോറിൽ ഇവൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. നയന താഴേക്ക് പോയതുമാണ്. മറ്റാർക്കാണ് ആ റൂമിൽ കയറാൻ പറ്റുക? ജിതിൻ നയനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. നയന പതുക്കെ മുന്നോട്ട് വന്നു. മുത്തശ്ശൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. എനിക്കും ജിതിൻ്റെ ബിസിനസ് തകരരുതെന്ന നിർബന്ധമുണ്ട്. ഞാൻ താഴെ മാനേജറുടെ റൂമിലായിരുന്നു. ഓഫീസിലെ CCTV നോക്കിയാൽ അത് വ്യക്തമാകും. ജിതിനില്ലാത്ത സമയം നോക്കി മാളവിക ക്യാബിനിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിരുന്നു. നയനയുടെ വാക്കുകൾ കേട്ടപ്പോൾ മുത്തശ്ശൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി.
വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ആ വൃദ്ധന്റെ കണ്ണുകളിൽ ഒരു സംശയം നിഴലിച്ചു നിന്നു. അദ്ദേഹം മാളവികയുടെ അരികിലേക്ക് നടന്നു ചെന്നു. അവളുടെ തോളിൽ പതുക്കെ കൈവച്ചു. മോളെ മാളവിക, എൻ്റെ മുഖത്ത് നോക്കി പറ, നീ ആ ഫയൽ എടുത്തിട്ടുണ്ടോ? മുത്തശ്ശൻ വളരെ ശാന്തമായി ചോദിച്ചു. മാളവിക കണ്ണുകൾ തുടച്ചു മുത്തശ്ശനെ നോക്കി. ഇല്ല മുത്തശ്ശ, ദൈവത്താണേ ഞാനത് എടുത്തിട്ടില്ല. നയന വന്ന് എന്നോട് പറഞ്ഞു ജിതിനേട്ടന് കോഫി വേണമെന്ന്. ഞാനത് വാങ്ങാൻ താഴെ പാൻട്രിയിലേക്ക് പോയതായിരുന്നു. തിരിച്ചു വന്നപ്പോഴാണ് ജിതിനേട്ടൻ എന്നോട് ദേഷ്യപ്പെടുന്നത്. നീ കള്ളം പറയുകയാണ് മാളവിക, നയന പെട്ടെന്ന് ഇടപെട്ടു. ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടേയില്ല. മതി, നിർത്തി രണ്ടാളും. മുത്തശ്ശൻ കൈ ഉയർത്തി അവരെ തടഞ്ഞു. എന്നിട്ട് ജിതിനെ നോക്കി. ജിതിൻ, ഒരു ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമായി അന്വേഷിച്ച് ബോധ്യപ്പെടുന്നവനാകണം. വെറും ഒരു സംശയത്തിന്റെ പേരിൽ സ്വന്തം ഭാര്യയെ കള്ളിയെന്ന് വിളിച്ച് പന്തലിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരാൻ നിനക്കെങ്ങനെ തോന്നി? CCTV ക്യാമറകൾ ഓഫീസിലുണ്ടല്ലോ, നീ അത് പരിശോധിച്ചാൽ കൃത്യമായി അറിയാം. അത് ഞാൻ നോക്കിയില്ല മുത്തശ്ശ. ഫയൽ കാണാതായ പരിഭ്രമത്തിൽ ജിതിനൊന്നും മടിച്ചു പറഞ്ഞു. എന്നാൽ നീ അത് നാളെ പോയി കൃത്യമായി പരിശോധിക്കണം. മാളവിക പാൻട്രിയിലേക്ക് പോയ സമയവും നയന താഴേക്ക് പോയ സമയവും എല്ലാം അതിലുണ്ടാകുമല്ലോ. ആ ഫയൽ എവിടെ പോയി എന്ന് കണ്ടുപിടിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. അതുവരെ മാളവിക ഈ ശങ്കരമംഗലം തറവാടിലെ മരുമകളായി തന്നെ ഇവിടെ ഉണ്ടാകും. രാഘവ, നീ വിഷമിക്കേണ്ട. നിന്റെ മകൾ ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ പോയി നിന്റെ പണി നോക്കിക്കോ. മുത്തശ്ശൻ തൻ്റെ അന്തിമ തീരുമാനം പറഞ്ഞു. മുത്തശ്ശൻ്റെ ഈ വാക്കുകൾ നയനയുടെ ഉള്ളിൽ വലിയൊരു ഭയമുണ്ടാക്കി. ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ ജിതിൻ പരിശോധിച്ചാൽ തൻ്റെ ക്യാബിനിലേക്ക് തിരികെ കയറുന്നത് കാണാൻ കഴിയും. അത് തൻ്റെ സർവനാശത്തിനും കാരണമാകും. അവൾ എങ്ങനെയെങ്കിലും ആ ദൃശ്യങ്ങൾ നശിപ്പിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. രാഘവൻ മകളെ ഒന്ന് നോക്കി വല്ലാത്തൊരു സങ്കടത്തോടെ പുറത്തേക്ക് നടന്നു. ജിതിൻ ദേഷ്യത്തോടെ തന്നെ മുറിയിലേക്കും പോയി. നയന ലക്ഷ്മിയമ്മയോട് യാത്ര പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിറങ്ങി. രാത്രിയായപ്പോൾ ജിതിൻ തന്റെ മുറിയിൽ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. മാളവിക പതുക്കെ മുറിയിലേക്ക് കടന്നു വന്നു. അവൾ നിലത്തിരുന്ന ഒരു പായെടുത്ത് ഒരു കോണിൽ വിരിക്കാൻ തുടങ്ങി. ജിതിൻ അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു, മുത്തശ്ശൻ നിന്നെ പിന്തുണയ്ക്കുന്നത് കണ്ട് നീ അധികം തുള്ളണ്ട മാളവികെ. നാളെ ഞാൻ ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. അതിൽ നിന്റെ കള്ളത്തര പുറത്തു വന്നാൽ പിന്നെ ഈ മുത്തശ്ശന് പോലും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. മാളവിക പായിൽ ഇരുന്നു കൊണ്ട് ജിതിനെ നോക്കി. ജിതിനേട്ട, നാളെ ആ ദൃശ്യങ്ങൾ ജിതിനേട്ടൻ ഉറപ്പായും കാണണം. അപ്പോഴെങ്കിലും എന്നോടുള്ള ഈ വെറുപ്പ് മാറുമല്ലോ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അവൾ തിരിഞ്ഞു കിടന്ന കണ്ണുകൾ അടച്ചു. ജിതിൻ അവളുടെ ആ ശാന്തത കണ്ട് ഒന്ന് പരിഭ്രമിച്ചു. അവൾ പറഞ്ഞതിൽ ഇത്രയും ആത്മവിശ്വാസം ഉണ്ടാകണമെങ്കിൽ അവൾ നിരപരാധിയായിരിക്കുമോ എന്നൊരു നേരിയ സംശയം അവൻ്റെ മനസ്സിൽ ആദ്യമായി തോന്നി തുടങ്ങി. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ